ആംബുലൻസ് ഗതാഗതക്കുരുക്കിൽപ്പെട്ട് ആശുപത്രിയിലെത്താൻ വൈകിയതുകൊണ്ടാണ് മകൻ മരിച്ചതെന്ന് കണ്ണൂർ കൊട്ടിയൂരിൽ മരിച്ച 3 വയസ്സുകാരന്റെ കുടുംബം. നേരത്തെ എത്തിച്ചിരുന്നെങ്കിൽ കുട്ടിയെ രക്ഷപ്പെടുത്താമായിരുന്നു എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞതായി കുട്ടിയുടെ പിതാവ് പ്രദോഷ് 24-നോട് പറഞ്ഞു. കൊട്ടിയൂർ ഉത്സവത്തെ തുടർന്നുള്ള ഗതാഗതക്കുരുക്കിൽപ്പെട്ടാണ് ആംബുലൻസ് വഴിയിൽ കുടുങ്ങിയത്. സാധാരണ നിലയിൽ 10 മിനിറ്റ് കൊണ്ടെത്തേണ്ട സ്ഥലത്ത് ഗതാഗതക്കുരുക്ക് കാരണം ആംബുലൻസ് എത്തിയത് 1 മണിക്കൂർ കൊണ്ടാണ്. രൂക്ഷമായ ഗതാഗതക്കുരുക്കിൽ കുടുങ്ങി 1 മണിക്കൂറിലേറെയാണ് ആംബുലൻസ് വൈകിയത്. കടുത്ത പനി ബാധിച്ച 3 വയസ്സുകാരൻ പ്രജുൽ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പേ മരിച്ചു. ശ്വാസം ഒന്ന് കിട്ടാണ്ടായി. അങ്ങനെ വണ്ടിക്ക് വിളിച്ചപ്പം ഒരു വണ്ടിക്കാരും വന്നിട്ടില്ല. ആംബുലൻസ് എല്ലാം ആക്കിയപ്പം ട്രാഫിക് ബ്ലോക്കിലായി കഴിഞ്ഞത് കാരണം കുട്ടിക്ക് അസുഖം കൂടി. നേരത്തെ എത്തിക്കുകയാണെങ്കിൽ നമുക്ക് ഇവനെ ഇതാക്കി എടുക്കായിരുന്നു. പക്ഷേ ലേറ്റായി പോയി നിങ്ങൾ വന്നതെന്ന് പറഞ്ഞു. സാധാരണ നിലയിൽ 10 മിനിറ്റ് കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് ആംബുലൻസ് എത്തിയത് 55 മിനിറ്റ് കഴിഞ്ഞ്. പാൽച്ചുരത്തിലെ ഗതാഗതക്കുരുക്ക് കാരണം ആശുപത്രിയിലെത്താനും വൈകി. കൊട്ടിയൂർ ഉത്സവത്തിന്റെ ഭാഗമായി ഓരോ ദിവസവും 100 കണക്കിന് വാഹനങ്ങളാണ് എത്തുന്നത്. 10 കിലോമീറ്ററോളം കഴിഞ്ഞ ദിവസങ്ങളിൽ വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നു. ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കാൻ പോലീസും ദേവസ്വവും ഒരു ക്രമീകരണങ്ങളും ഒരുക്കിയില്ലെന്നാണ് ആക്ഷേപം. മുന്നൊരുക്കങ്ങളിൽ സംഭവിച്ച വീഴ്ച അനാസ്ഥയുടെ പച്ചയായ ഉദാഹരണം. 3 വയസ്സുകാരന്റെ മരണത്തിൽ ദേവസ്വം അധികാരികൾ മുതൽ ജില്ലാ ഭരണകൂടം വരെ ഉത്തരവാദികളാണ്. കണ്ണൂരിൽ നിന്നും മിഥുൻ ചാത്തോത്തിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24. പൊതുജനം കഴുതയല്ല സാർ.